Welcome to my channel Mathematics Made Easy by Mary MJ. Today we'll be discussing plus 2 maths revision series part 2. So part 2 il nammal cheyyunnathu determinants ilulla focus area. Appo determinants ilulla focus area ennu parayunnathu enganeyanu determinant kandupidikkunnathu, minors and cofactors, adjoint A, adjoint and inverse, applications of determinants and matrices. അപ്പോൾ ഈ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സാധാരണ ഡിറ്റർമിനൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്, മൈനർ എന്ന് പറഞ്ഞാൽ M11 A11. അപ്പോൾ അത് ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മൈനേഴ്സും കോഫാക്ടേഴ്സും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ റോയും കോളും അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ മൈനർ കണ്ടുപിടിക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സോൾവിങ് ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. A is equal to മെട്രിക്സ് A തന്നിരിക്കുന്നത് 2 5 3 2. ഫൈൻഡ് എഡ്ജോയിൻ്റ് A. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എഡ്ജോയിൻ്റ് A കാണാൻ. അപ്പോൾ ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എഡ്ജോയിൻ്റ് A കാണുന്നത്? അത് ഭയങ്കര ഈസിയാണ്. അതിൻ്റെ എഡ്ജോയിൻ്റ് A കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ എഡ്ജോയിൻ്റ് A കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഇത് രണ്ടുമാണ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട എലമെൻറ്റ്സ്. അപ്പോൾ രണ്ടും 2 2 ആയതുകൊണ്ട് 2 2 തന്നെ, അവിടെ ഇൻ്റർചേഞ്ച് ചെയ്താലും സെയിം തന്നെയാണ് വരിക. ആൻഡ് ഈ 5ഉം 3ഉം അവിടെ -5 ആക്കുക, ഇവിടെ -3 കൊടുക്കുക. അപ്പോൾ ഇതാണ് എഡ്ജോയിൻ്റ് A. ഇനി A ഇൻവേഴ്സ്, സെക്കൻഡ് sub question to find A inverse. A inverse is equal to adjoint A divided by determinant A. എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് A കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനൻ്റ് A കാണണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ മെട്രിക്സ് എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ആൻഡ് സബ്ട്രാക്ട് അല്ലേ. 4 - 15, 4 - 15 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -11 ആണ് ഡിറ്റർമിനൻ്റ് A. സോ ഡിറ്റർമിനൻ്റ് A കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? യൂസിങ് A ഇൻവേഴ്സ് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. തേർഡ് സബ് ക്വസ്റ്റ്യനിൽ ഇക്വേഷൻസ് എന്താ? 2x + 5y is equal to 1 and 3x + 2y is equal to 7. ഇതിന് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഇത് ആദ്യത്തെ മെട്രിക്സ് 2 5 3 2 ഇൻറ്റു കോളം മെട്രിക്സ് XY. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 2x + 5y ഈക്വൽ ടു ഇവിടെ കോളം മെട്രിക്സ് 1 7. അപ്പം ഇങ്ങനെ നമ്മൾ ഇക്വേഷൻസ് മെട്രിസസ് ആക്കി മാറ്റി, ഇക്വേഷൻസിനെ മെട്രിക്സ് ആക്കി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് XY. അപ്പോൾ ഇത് ശരിക്കും ഇതൊരു മെട്രിക്സ് A ഇൻറ്റു x ഇസ് ഈക്വൽ ടു B. We have to find what is x. X equal to ഈ A ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ it is A inverse B. So what is x? X equal to A inverse എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഓഫ് A. നമ്മൾ A inverse ഓൾറെഡി അവിടെ കണ്ടിട്ടുണ്ട്. A inverse ഡിറ്റർമിനൻ്റ് A ആണ് കണ്ടത്. A inverse എന്ന് പറയുന്നത് adjoint A by determinant A ആണ്. അപ്പോൾ അത് 1 / -1 ഇൻറ്റു adjoint A is 2 - 5 - 3 2. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. A ഇൻവേഴ്സിന് പകരം 1 / -11 അല്ലെങ്കിൽ -1 / 11 ഇൻറ്റു 2 - 5 - 3 2. 2 - 5 - 3 2 ഇൻറ്റു B എന്ന് പറയുന്ന മെട്രിക്സ് 1 7. That is equal to -1 / 11 into first row into column. അപ്പോൾ 2 × 1 is 2 - 35. പിന്നെയോ -3 + 14 which is equal to -1 / 11 into -33 and 11. ഇപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോളം മെട്രിക്സ് എന്താ കിട്ടുക? -1 / 11 into -33 എന്ന് പറയുന്നത് 3ഉം -1 / 11 into 11 എന്ന് പറയുന്നത് -1ഉം. So x equal to
x equal to 3 and y equal to -1. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഫൈൻഡ് എഡ്ജോയിൻ്റ് എ. അപ്പോൾ എഡ്ജോയിൻ്റ് എ കണ്ടു. അപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എഡ്ജോയിൻ്റ് എ കാണണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും ഫോർത്ത് എലമെൻറ്റും, അതായത് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് A11ഉം ഈ എലമെൻ്റ് എന്താണ് A22 കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യം. A11 ഇവിടെയും വരും, A22 ഇവിടേക്കും പോകും. അത് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇവിടെ സെയിം എലമെൻറ്റ്സ് ആയതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. പിന്നെ ഈ ബാക്കിയുള്ള, അതായത് ഇത് A12 ആണ്, ഇത് A21 ആണ്. ഇതിന് രണ്ടിൻ്റെയും സൈനും മാറ്റിയാൽ മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡ്ജോയിൻ്റ്. അപ്പോൾ 2x2 മാത്രമേ ഇങ്ങനെ പറ്റുള്ളൂ, മറ്റേ നമ്മൾ ഇത് കഴിഞ്ഞാൽ ചെയ്യാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ക്വസ്റ്റ്യനിലാണ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണ്. ആദ്യം ഡിറ്റർമിനൻ്റ് എ കണ്ടിട്ട് എഡ്ജോയിൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തിടുന്നതാണ് എ ഇൻവേഴ്സ്. പിന്നെ ആ ഇക്വേഷൻ സോൾവിങ് ആണ്. 2x + 5y = 1. ഇതിനെയാണ് നമ്മുടെ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻസ്. 3x + 2y = 7. അപ്പോൾ ഇതിനെ ആദ്യം മെട്രിക്സ് ഫോമിലാക്കി 2y 2, 2, 5, 3, 2 ആൻഡ് xy, പിന്നെ കോളം മെട്രിക്സ് 1, 7. അപ്പോൾ Ax = b എന്നുള്ള ഫോം കിട്ടി. Therefore x = A ഇൻവേഴ്സ് b. സോ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ബി. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം കിട്ടുന്നത് എക്സും രണ്ടാമത്തെ വൈയും. അപ്പോൾ അതാണ് എക്സും വൈയും വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻറ്റ് 3a? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3 × a കാണണം. 3 × a എന്ന് പറയുന്നത് 3 കൊണ്ട് ഇതിനെ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാം. 3, 3, 15, 0, 3, 9, 0, -3, -6. ഇനി ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് 3a. ഡിറ്റർമിനൻ്റ് 3a എന്ന് പറയുന്നത് ഫസ്റ്റ് 3 × -18 + 27. പിന്നെ നമ്മൾ കോളം വൈസാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഉള്ളതൊക്കെ 0 ആണ് അല്ലേ. അപ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. സോ ബാക്കി എന്താ വരിക? 3 × 27 - 18 എന്ന് പറയുമ്പോൾ 9. സോ that is equal to 27. So determinant 3a is equal to 27. Then next one, consider the following system of equations. അപ്പോൾ ഒരു സെറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ്പ്രസ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ax + b. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം, ax + b. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പ്രൂവ് ദാറ്റ് a ഈസ് നോൺ സിംഗുലർ ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x, y ആൻഡ് z. അപ്പോൾ ഈ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഭാഗത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയും. സോ അതിന് ആദ്യം നമുക്ക് ആ ഫോമിൽ എഴുതാം, മെട്രിക്സ് ഫോമിലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് A is equal to മെട്രിക്സ് 1, 1, 1, 1, -1, 1, 2, 1, 1. x ഈക്വൽ ടു, അവിടെ 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു, x, y ആൻഡ് z. ആൻഡ് ലാസ്റ്റ് b എന്ന് പറയുന്ന മെട്രിക്സ് 6, 2, 1. ഇപ്പോൾ ax ഈക്വൽ ടു b ആകുമ്പം നമുക്ക് അവിടെ കാണേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മളോട് എക്സ്പ്രസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ax + b. അപ്പോൾ ax + b എന്നുള്ള ഫോമിലാക്കി എഴുതി അല്ലേ. അപ്പോൾ a എന്ന് പറയുന്ന ഇതാണ്, b x ഇതാണ്, b ഇതാണ്. അപ്പോൾ ദാറ്റ് ഇക്വേഷൻ ഇസ് ax ഈക്വൽ ടു b. സോ ax ഈക്വൽ ടു b ആകുമ്പോൾ a എന്ന് പറയുന്ന മെട്രിക്സ് 1, 1, 1, 1, -1, 1, 2, 1, 1 ഇൻറ്റു x, y, z ഈക്വൽ ടു മെട്രിക്സ് 6, 2, 1. ഇനി ഇതായിരുന്നു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡിൽ പ്രൂവ് ദാറ്റ് എ ഈസ് നോൺ സിംഗുലർ. അത് നോൺ സിംഗുലർ മെട്രിക്സ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഈ സിംഗുലർ മെട്രിക്സ് ആണോ നോൺ സിംഗുലർ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? നോൺ സിംഗുലർ ആണോ നോക്കണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് എൻ്റെ വാല്യൂ കണ്ടാൽ മതി.
second question is to find whether it is non-singular. അപ്പോൾ determinant A നോക്കാം. Determinant A not equal to 0 ആണെങ്കിൽ it is non-singular. അപ്പോൾ non-singular ആവുകയാണ് ഇവിടെ വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ determinant A inverse equal to adjoint A by determinant Aയിൽ താഴെ determinant A 0 ആയി പോയാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ കാണണം, അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയണം. ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ സിംഗുലർ. ദെൻ ഓൺലി വി ക്യാൻ ഫൈൻഡ് ദ സൊല്യൂഷൻ. അപ്പോൾ ഡിറ്റർമിനൻ്റ് A നോക്കാം. സോ 1 ഇൻറ്റു -1 -1 ദാറ്റ് ഈസ് -2. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. -1 ഇൻറ്റു 1 ഇസ് -1 -1. ദെൻ -1 ഇൻറ്റു ഈ കോളവും ഈ റോയും അവോയ്ഡ് ചെയ്ത 1 -2 plus 1 into 1 plus 2. Simplify ചെയ്യുമ്പോൾ -2 -1 into -1 is +1 plus 3. That is -1 plus 3. -1 plus 3 is 2. So therefore A is non-singular. നോൺ സിംഗുലർ ആയതുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ സോൾവ് ചെയ്യാം. ഇനി ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് XYZ. അപ്പോൾ XYZൻ്റെ വാല്യൂസ് കാണണമെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആദ്യം കാണണം. തേർഡ് സബ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് AX ഈക്വൽ ടു B ആണ്. ദെർഫോർ X ഈക്വൽ ടു A ഇൻവേഴ്സ് B ആണ്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് വാട്ട് ഇസ് A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് ആണ് കാണുന്നത്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ adjoint A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A ആണ്. അപ്പോൾ adjoint A കാണണമെങ്കിൽ ഓരോന്നിൻ്റെയും മൈനർ കാണണം. അപ്പോൾ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മൈനർ? മൈനർ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് M11. M11 എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ എലമെൻറ്റ് വരുന്ന കോളവും റോയും അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദറ്റ് ഇസ് -1 ഇൻറ്റു 1 ഇസ് -1 -1 that is -2. M12 എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെൻറ്റ് വരുന്ന കോളവും റോയും അവോയ്ഡ് ചെയ്താൽ ബാക്കി 1 -2 that is 1 -2 is -1. then M13 ഈ കോളവും ഈ റോയും ഒഴിവാക്കിയാൽ 1 + 2 that is 3. സെയിം വേ M21 എന്ന് പറഞ്ഞാൽ ഈ റോയും ഈ കോളവും അവോയ്ഡ് ചെയ്താൽ 1 -1 ദറ്റ് ഇസ് 0. ദെൻ M22 എന്ന് പറയുമ്പോൾ ഇതും ഈ റോയും ഈ കോളവും അവോയ്ഡ് ചെയ്യുക, ബാക്കി 1 -2 ഇസ് -1. M23 എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഈ റോയും ഈ കോളവും ഒഴിവാക്കുക. സോ 1 -2 that is -1. again ഇനി എന്ത് കാണണം? M31 തേർഡ് റോ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഈ കോളവും ഈ റോയും അവോയ്ഡ് ചെയ്താൽ ബാക്കി 1 + 1 that is 2. then M32 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും ഒഴിവാക്കുമ്പോൾ 1 -1 0. then M33 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും ഒഴിവാക്കിയ -1 -1 ദറ്റ് ഇസ് -2. അപ്പോൾ അത്രയും മൈനേഴ്സ് കണ്ടുപിടിച്ചു. ഇനി കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ AIJ is -1 raised to I plus j into MIJ. സോ ഈ I plus j എന്ന് പറഞ്ഞാൽ ഈ റോയും കോളവും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഓഡാണോ ഈവൺ ആണോ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഈ I plus j ഈവൺ ആണെങ്കിൽ -1 raised to I plus j ഈവൺ ആണെങ്കിൽ -1 raised to ഈവൺ നമ്പർ വന്നാൽ അത് പോസിറ്റീവ് ആവും. അപ്പോൾ സെയിം നമ്പർ എന്താണോ കിട്ടിയത് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ A11 ദിസ് ഇസ് ഈവൺ അല്ലേ? ഈവൺ ആണെങ്കിൽ ഈ -2 തന്നെ എഴുതുക, M11 എന്നുള്ള ആ വാല്യൂ തന്നെ എഴുതുക. ഇനി അടുത്തത് A12 1 + 2 എന്ന് പറയുന്നത് ഓഡാണ്. ഓഡാണെങ്കിൽ ഈ -1 M12 എന്താണോ കിട്ടിയ അതിൻ്റെ സൈൻ മാറ്റി എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ -1 കിട്ടിയാൽ ഇവിടെ 1. ദെൻ A13
A13 എന്ന് പറയുമ്പോൾ ഈവൺ ആണ്, അപ്പോൾ സെയിം നമ്പർ എഴുതുക. ദെൻ A21 ഇവിടെ 2 ആണ്, അത് ഈവൺ ആണ്. A21 എന്ന് പറഞ്ഞാൽ 0 ആണ് ഓൾറെഡി, അപ്പോൾ ഈക്വൽ ടു 0. ദെൻ A22 ഈവൺ നമ്പർ ആയതുകൊണ്ട് സെയിം ആൻസർ. A23 ഓഡ് ആയതുകൊണ്ട് -1 ഉള്ളത് +1 ആക്കി എഴുതണം. പിന്നെ A31 ഈവൺ ആണ്, സോ സെയിം നമ്പർ. A32 അവിടെ 0 ആയതുകൊണ്ട് 0 തന്നെ. A33 ഈവൺ ആയതുകൊണ്ട് സെയിം നമ്പർ. ഇനി എഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് എഡ്ജോയിൻ്റ് എ. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് ആദ്യം എഴുതണം. കോഫാക്ടർ മെട്രിക്സ്, കോഫാക്ടർ ഇസ് ഈക്വൽ ടു ഓഫ് എ ഇസ് ഈക്വൽ ടു, കോഫാക്ടർ എഴുതാം -2 1 3 0 -1 1 2 0 -2. ഇതാണ് കോഫാക്ടർ. ഇനി എഡ്ജോയിൻ്റ് എന്താണ്? എഡ്ജോയിൻ്റ് ഈസ് ദ ട്രാൻസ്പോസ് ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ -2 0 2 1 -1 0 3 1 -2. അപ്പോൾ എഡ്ജോയിൻ്റ് എയും കിട്ടി. ഇനി എ ഇൻവേഴ്സ് ഈക്വൽ ടു എഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ നമ്മളിവിടെ ചെയ്തിരുന്നു, 2 ആണ് ഡിറ്റർമിനൻ്റ് എ. അപ്പോൾ 1/2 ഓഫ് -2 0 2 1 -1 0 ആൻഡ് 3 1 -2. അതാണ് എ ഇൻവേഴ്സ്. ഇനി നമുക്ക് കിട്ടേണ്ടതാണ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഇൻറ്റു മെട്രിക്സ് -2 0 2 1 -1 0 3 1 -2 ഇൻറ്റു ബി മെട്രിക്സ്. കോളം മെട്രിക്സ് എന്തായിരുന്നു? കോളം മെട്രിക്സ് 6 2 1. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ കിട്ടുക? -2 ഇൻറ്റു 6 -12 +2, സോ -10. അപ്പോൾ അവിടെ കിട്ടുക -10. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു -10. ഇനി രണ്ടാമത്തെ റോ 1 ഇൻറ്റു 6 6, പിന്നെ -2 6 -2 4. ദെൻ 18 +2 20 -2 18. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു -10/2 എന്ന് പറയുമ്പോൾ -5, y ഈസ് ഈക്വൽ ടു 2 and z is equal to 9. അപ്പോൾ -5 2 9 are the values of x, y and z. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് M11 കാണുക, എങ്ങനെയാണ് AIJ കാണുക, കോഫാക്ടർ, എഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ് എഡ്ജോയിൻ്റ്. പിന്നെ എ ഇൻവേഴ്സ് ഈക്വൽ ടു എഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ കണ്ടിട്ട് ഡിറ്റർമിനൻ്റ് നോൺ സിംഗുലർ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ദെർഫോർ സോൾവിംഗ് എന്ന് പറയുമ്പോൾ എക്സും വൈയും സെഡും കാണുക, അതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇനി അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പിന്നെയുള്ള വേറെ വീഡിയോസിൽ നമുക്ക് ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.